ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കേരളത്തിന്റെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞതിന് പിന്നാലെ കുറച്ച് കഴിഞ്ഞിട്ട് ഗോവൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഗോവിന്ദ് ഗൗഡെ പറഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഗോവയിലേക്ക് കൊണ്ടുവരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഗോവയിലേക്ക് കൊണ്ടുവരും എന്നത് വേണമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാം. കാരണം കേരളത്തിലേക്ക് വരുമ്പം ഇവിടെ പ്രോപ്പർ ട്രെയിനിങ് ഗ്രൗണ്ടോ മറ്റ് ഫെസിലിറ്റികളോ അല്ലെങ്കിൽ ഒരു ഫിഫ സ്റ്റാൻഡേർഡ് നിലവാരത്തിലുള്ള സ്റ്റേഡിയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗോവയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോവയിൽ അത്യാവശ്യം മെച്ചപ്പെട്ട സ്റ്റേഡിയം ഉണ്ട്. കപ്പാസിറ്റി കുറവായിരിക്കും. ട്രെയിനിങ് ഗ്രൗണ്ടും മറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഗോവ ചെറിയൊരു പോർച്ചുഗൽ തന്നെയാണ്. പോർച്ചുഗീസ് കൾച്ചറിന്റെ ചില അവശേഷിപ്പുകൾ ഗോവയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വോട്ട് ബാങ്കിന്റെ ഏറ്റവും വലിയ സാധനങ്ങളിലും ഒന്ന് തന്നെയാണ്. ഗോവയുടെ സംസ്കാരത്തിലും ഫുട്ബോൾ ഭാഗമാണ് എന്നെല്ലാം നമുക്കറിയാം. ഏതായാലും ഗോവിന്ദ് ഗൗഡെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ ഇനി ഗോവയിലേക്ക് കാലുകുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. പറഞ്ഞു വരുന്നത് കാരണം തള്ളാൻ നിന്നാൽ തള്ളി അങ്ങ് മെഴുകി പോകും. ഞാനൊരു ഡൈഹാർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് തള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിക്കത്തില്ല. അമ്മാതിരി തള്ളി ഞാൻ തള്ളിക്കളയും. എന്തിനാ വെറുതെ തള്ളുന്നത്? യൂറോപ്യൻ വൻകര മുഴുവൻ തന്റെ കാൽ കീഴിലാക്കിയ ശേഷം സ്പോർട്ടിങ്ങിലൂടെ പോർച്ചുഗീസ് തീരം ഐബേരിയൻ പീഠഭൂമിയുടെ ഇടനെഞ്ച് തകർത്തവൻ തന്റെ കാൽ കീഴിൽ അമർത്തി പിടിച്ചു വെച്ചിരിക്കുകയാണ്. സ്പെയിൻ കീഴടക്കിയവൻ മാഡ്രിഡിലേക്ക് ചെന്ന് സ്പെയിൻ കീഴടക്കി, ടൂറിനിലേക്ക് ചെന്ന് ഇറ്റലി കീഴടക്കി, ഓൾഡ് ട്രാഫോർഡിലെ ചുവന്ന ചെകുത്താന്മാരുടെ പ്രിയപ്പെട്ട ലക്കീലാടായവൻ ഇപ്പോൾ മരുഭൂമിയിൽ തൻ്റെ നൃത്തച്ചൂടുകൾ അവസാനിപ്പിക്കാതെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇന്ത്യൻ മണ്ണിലേക്ക് അവൻ്റെ പാദസ്പർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രായം തളർത്താത്ത പോരാളിയുടെ കോൺക്രീറ്റ് കാലുകൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്നത് കാണാൻ ഗോവയുടെ ഓളപ്പരപ്പുകളിൽ അവൻ കൂടുതൽ കരുത്തോടെ വീശിയടിക്കട്ടെ. ക്രിസ്ത്യാനോ റൊണാൾഡോ, വിയർ ദ സാന്റോസ് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നാൽ കൊള്ളാം, വരുമായിരിക്കും.